Hello all. So module 2 simple vapor compression system ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിനകത്ത് 5 ഡിഫറെൻറ്റ് മോഡിഫിക്കേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ലെറ്റ് സീ വാട്ട് ദീസ് മോഡിഫിക്കേഷൻസ് ആർ. അപ്പോൾ വരുന്ന മോഡിഫിക്കേഷൻസ് എന്താണെന്ന് വെച്ചാൽ സോ ദ ഫസ്റ്റ് വൺ ഇസ് dry saturated vapor at the end of compression. അപ്പോൾ ഇതൊരു മോഡിഫിക്കേഷൻ ആണോ എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ അതേ ഡയഗ്രമാണ് അല്ലേ. ഇഫ് യു ഒബ്സർവ് അറ്റ് ദി എൻഡ് ഓഫ് കംപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് 2 ആണ്. ഈ ഫിഗറിനകത്ത് അതായത് ഞാൻ മുകളിൽ കൊടുത്തിട്ടുള്ള ടി എസ് ഡയഗ്രാമിനകത്ത് ഓൾറെഡി സ്റ്റേറ്റ് 2 എന്ന് പറയുന്നത് സാച്ചുറേഷൻ വേപ്പർ ലൈനിലാണ്. സോ സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ പഠിച്ച സിമ്പിൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റമാണ് ഫസ്റ്റ് ടൈപ്പ്, dry saturated vapor at the end of compression. Now let's see what is the second kind. So the second type is wet vapor at the end of compression. Okay, അപ്പോൾ ഈ ഒരു ഫിഗറിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല. ലെറ്റ് സി ഹൗ ദ ടി എസ് ആൻഡ് ദ പി എച്ച് ഡയഗ്രാംസ് വേരി. ഓക്കെ, സോ ഇഫ് യു ലുക്ക് അറ്റ് ദ ടി എസ് ആൻഡ് ദ പി വി ഡയഗ്രാംസ്, സോ ഇവിടെ ഞാൻ ടി എസ് ഡയഗ്രാം ഇവിടെ പി എച്ച് ഡയഗ്രാം ആണ് വരയ്ക്കാൻ പോകുന്നത്. സോ ദിസ് ഇസ് ടി എസ് ആൻഡ് ദിസ് ഇസ് യുവർ പി എച്ച് ഡയഗ്രാം. സോ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ this is your saturation liquid line, this is your saturation vapor line. pH ഡയഗ്രത്തിൽ this is your saturated liquid line, this is your saturated vapor line. Point 1 എന്ന് പറയുന്നത് is of course എവിടെയായിരിക്കും, എന്തായാലും സക്ഷൻ സ്ട്രോക്കിൽ വെറ്റ് തന്നെയാണ്. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി ഇൻ 1. ഓക്കെ, പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ at the end of compression wet ആണ്. So wet എന്ന് പറയുമ്പോൾ it should neither be on the saturated vapor line nor on the saturated liquid line. It should be in between in the wet region. So let me just try ഇതിനെ മുകളിലോട്ട് എടുത്താൽ now I find that my point number 2 lies neither on the saturated vapor line nor on the saturated liquid line. It's in between and hence this state is the type 2 wet vapor at the end of compression. ബാക്കി ഡയഗ്രത്തിനകത്ത് വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഇറ്റ്സ് ഓൾ ദ സെയിം. ഓക്കെ, ഈ ഫിഗർ ആണെങ്കിലും എല്ലാം സെയിം ആയിരിക്കും. സോ ഇത്ര മാത്രമാണ് ടി എസ് ഡയഗ്രാമിനകത്ത് വരുന്ന ഒരു വ്യത്യാസം. ഓക്കെ, സോ ദിസ് ഇസ് 1 2 3 ആൻഡ് 4. ഓക്കെ, ഇതിനെ തന്നെ നമ്മൾ എങ്ങനെയാണ് പി എച്ച് ഡയഗ്രത്തിനകത്ത് റെപ്രസെൻ്റ് ചെയ്യാന്ന് വെച്ചാൽ സോ ഇറ്റ് വുഡ് ബി അതുമ്പോൾ ടച്ച് ചെയ്യില്ല എന്ന് മാത്രം. ഓക്കെ, സോ ദിസ് വുഡ് ബി ലൈക്ക് ദിസ്. നമുക്ക് സെയിം ഡയഗ്രാം ആയിരിക്കും, ഇറ്റ് വുഡൻറ്റ് ടച്ച്, അത് മാത്രമായിരിക്കും ഒരു വ്യത്യാസം. സോ അഗൈൻ ഇങ്ങനെ ഒരു കർവ് ആയിരിക്കും, ഐസെൻട്രോപിക് പ്രോസസ്. സോ ദിസ് ഇസ് 1 2 3 ആൻഡ് 4. ഓക്കെ, സോ ഇവിടെ യൂസ് ചെയ്യേണ്ട ഒരു ഫോർമുല നമ്മൾ പറയുകയാണെങ്കിൽ S1 is equal to S2 വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രോബ്ലം ചെയ്യാം. വാട്ട് വുഡ് S1 ബി? S1 വുഡ് ബി SF1 പ്ലസ് X1 ടൈംസ് ഓക്കെ SFG of 1. സോ ഇതിനെ ഒന്നും കൂടി എലാബറേറ്റ് ചെയ്ത് എഴുതുവാണെങ്കിൽ SF1 പ്ലസ് X1 ടൈംസ് SG1 മൈനസ് SF1. ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ കാരണം? വാട്ട് ഇസ് X1? X1 എന്ന് പറയുന്നത് ഇസ് എ ഡ്രൈനെസ് ഫ്രാക്ഷൻ ഓഫ് 1. നമ്മളത് ലിക്വിഡോ വേപ്പർ ലൈനോ ആയിരുന്നെങ്കിൽ അതുമല്ലായിരുന്നു പോയിന്റെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ഫോർമുല യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഡയറക്റ്റ്ലി ടേബിളിൽ നിന്ന് നമുക്ക് വാല്യൂ കിട്ടുമായിരുന്നു. ഇവിടെ 1 എന്ന് പറയുന്ന പോയിന്റ് വെറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ തന്നെ വാട്ട് ഇസ് യുവർ S2? S2 വുഡ് ഓൾസോ ബി ഹാവിങ് ദ സെയിം ടൈപ്പ് ഓഫ് ഫോർമുല ബിക്കോസ് ദാറ്റ് ഇസ് ഓൾസോ വെറ്റ്. ഓക്കെ, SFG2 വിച്ച് മീൻസ് SF2 plus X2 times SG2 minus SF2. Okay, where your X2 is the dryness fraction of point number 2. Is that clear? ഈ രണ്ട് ഫോർമുലാസ് യൂസ് ചെയ്തിട്ടും സിമിലർലി നമ്മൾക്ക് H1ഉം H2നും ഇതുപോലെ തന്നെ ഫോർമുല എഴുതാൻ പറ്റും. സോ H1 is equal to HF1 plus X1 times HFG1 and your H2 is equal to HF2 plus X2 times HFG2. ഓക്കെ, പിന്നെ നമ്മൾക്കറിയാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ H3 is equal to H4 എന്നറിയാം.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ഒരു വെറ്റ് വേപ്പർ അറ്റ് ദി എൻഡ് ഓഫ് കംപ്രഷൻ്റെ പ്രോബ്ലം ചെയ്യുക. ഇത്രയും ഫോർമുലാസാണ് നമ്മൾക്ക് ആവശ്യം വരാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡയഗ്രാം പഠിച്ചു വയ്ക്കുക. ഇഫ് യു അണ്ടർസ്റ്റാൻഡ്, ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ വെറ്റ് വേപ്പർ അറ്റ് ദി എൻഡ് ഓഫ് കംപ്രഷൻ എന്ന് നേരിട്ട് പറയില്ല. സോ വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് x1 തന്നിട്ടുണ്ടായിരിക്കും, x2 കണ്ടുപിടിക്കാം. x2 കണ്ടുപിടിക്കുമ്പോൾ 0-നും 1-നും ഇടയിലാണെങ്കിൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദാറ്റ് ഈസ് എ വെറ്റ് കണ്ടീഷൻ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ടൈപ്പ് 3. ആൻഡ് ടൈപ്പ് 3 എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട്, സോ ലെറ്റ്സ് സീ വാട്ട് ഇസ് ടൈപ്പ് 3. സാച്ചുറേറ്റഡ് വേപ്പർ, not saturated, it is super heated vapor at the end of compression. അപ്പോൾ അതിൻ്റെ ടി എസ് ഡയഗ്രാം ആൻഡ് പി വി ഡയഗ്രാം എങ്ങനെയായിരിക്കും എന്നൊന്ന് നോക്കാം. സോ യു ഹാവ് ദിസ് is your TS diagrammത്തിന്റെ horizontal vertical axis and you have like this. Okay, ഇതിനകത്ത് so ഇതാണ് saturated liquid line, saturated vapor line, saturated liquid line and saturated vapor line. This is your T, this is your S, this is your P, this is your H. Okay, superheated state എന്ന് പറഞ്ഞാൽ it is going to be somewhere over here outside your vapor line. Saturated vapor line ന്റെ പുറത്തോട്ട് കിടക്കുന്ന പോയിന്റിനെയാണ് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയാം. ആൻഡ് നമ്മൾക്കറിയാം, സോ ദിസ് ഇസ് യുവർ സ്റ്റേറ്റ് 2. ഓക്കെ, 2-നെ കുറിച്ച് ഒരു ധാരണയായി. ദെൻ വാട്ട് ഡു യു നോ അബൌട്ട് യുവർ എന്താ പറയുക, നമ്മളുടെ 1-നെ കുറിച്ച് എന്താ അറിയാം, ഐസെൻട്രോപ്പിക് ആയതുകൊണ്ട് അതിനെ നേരെ താഴത്തോട്ട് വലിച്ചു കഴിഞ്ഞാൽ യു വുഡ് ഗെറ്റ് യുവർ പോയിന്റ് നമ്പർ 1. ഓക്കെ, ഇനി ഈ 2 എന്ന് പറയുന്നത് നമ്മൾക്ക് ഇനി നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് കിടക്കണ്ടേ. സോ 2 വുഡൻ ജസ്റ്റ് ഗോ ലൈക്ക് എ സ്ട്രെയിറ്റ് ലൈൻ, ഇറ്റ് വുഡ് ഗോ ലൈക്ക് ദിസ്. സോ ദിസ് വുഡ് ബി യുവർ 2 ഡാഷ്. ഓക്കെ, ആൻഡ് ദെൻ ഇത് ഹൊറിസോണ്ടലായി ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി ഇവിടെ നമുക്ക് 3 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടും. ഓക്കെ, ആൻഡ് ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. ബാക്കി ഡയഗ്രത്തിൽ വ്യത്യാസമൊന്നുമില്ല ഓൺ ദി ലെഫ്റ്റ് സൈഡ്. Okay, so this is 4. So 1, 2, 2 to 3, 3 to 4 and 4 to 1. Okay, what will happen on the pH diagram എന്ന് നോക്കാം. pH ഡയഗ്രത്തിനകത്ത് ഇതുപോലെ തന്നെ സൂപ്പർ ഹീറ്റഡ് എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ആയിരിക്കും. ദിസ് ഇസ് യുവർ 2 ആൻഡ് സൂപ്പർ ഹീറ്റഡ് ആവുമ്പോൾ യുവർ കണക്ഷൻ to point number 1 would be like this. So this would be your point number 1 and this would be your point number 4 and അത് ഐസെൻതാൽപിക് ആയിട്ടായിരിക്കും. സോ സെയിം ആയിരിക്കും. ഓക്കെ, so this would be 4 and this would be 3. Okay, yes, so 1 2 compression, 2 to 3 is condensation, 3 to 4 is expansion and 4 to 1 is evaporation. So this is your diagram. ഇവിടെ യൂസ് ചെയ്യേണ്ട ഫോർമുല എന്താണെന്ന് വെച്ചാൽ, now in case of S2 നമ്മൾ എഴുതുവാണെന്ന് വിചാരിക്കും. so S2 എന്ന് പറയുമ്പോൾ the formula would be, yes, so S2 is equal to S2 dash plus C2.3. wait, ഈ ഫോർമുലകൾ എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. S2 dash plus 2.3 CP log of T2 over T2 dash. ഇതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് അറിയാലോ 1 എന്ന് പറഞ്ഞ പോയിന്റ് ആണെങ്കിലും 3ഉം 4ഉം ഒക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. എൻട്രോപ്പി യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം ദി വെറ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ വാപ്പറേഷൻ ലൈക്ക് സാച്ചുറേറ്റഡ് വേപ്പർ കണ്ടീഷൻ ഒക്കെ നിങ്ങൾക്ക് ടേബിളിൽ നിന്നും പിന്നെ നേരത്തെ പഠിച്ചതിൽ നിന്നും ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കാൻ അറിയാം. ബട്ട് സൂപ്പർ ഹീറ്റഡ് ആയ ഒരു സ്റ്റേറ്റിൻ്റെ എസ് കണ്ടുപിടിക്കാനാണ് നിങ്ങൾക്ക് അറിയാത്തത്. സോ ദിസ് ഇസ് ഹൗ യു ഫൈൻഡ് സൂപ്പർ ഹീറ്റഡ് ആയ കണ്ടീഷൻ്റെ കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ എച്ച് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? വാട്ട് വുഡ് ബി H2? H2 വുഡ് ബി, ഇവിടെ ഒരു 2 ഡാഷ് ഉണ്ട്. So it would be H2 is equal to H2 dash plus CP times degree of superheat എന്നാണ് പറയാം. degree of superheat. എന്താണ് ഈ degree of superheat? That is nothing but this is equal to H2 dash plus
CP ടൈംസ് എന്തായിരിക്കും T2 മൈനസ് T2 ഡാഷ്. ഇതായിരിക്കും H2ൻ്റെ ഫോർമുല ഇൻ കേസ് ഓഫ് സൂപ്പർ ഹീറ്റിംഗ്. ഓക്കെ, ഈ രണ്ട് ഫോർമുലയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ സൂപ്പർ ഹീറ്റഡ് വേപ്പർ അറ്റ് ദി എൻഡ് ഓഫ് കംപ്രഷൻ്റെ TS ഡയഗ്രാം PH ഡയഗ്രാം ഇതായിരിക്കും അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഫോർമുലാസ്. ഓക്കെ, ബാക്കിയെല്ലാം സെയിം തന്നെ. ലൈക്ക് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് യു നോ ദാറ്റ് എന്തൊക്കെ അറിയാം, S1 is equal to S2 എന്നറിയാം, H3 is equal to H4 എന്നറിയാം. ആൻഡ് COP എന്ന് പറയുന്നത് എന്തായിരിക്കും? COP വേറെ ഒന്നും ആയിരിക്കില്ല. COP would be what is the refrigeration effect എന്താണ്? So the refrigeration effect is H1 minus H4 divided by എന്തായിരിക്കും? H2 minus H1, കംപ്രസറിനകത്തുള്ള വർക്ക്. ഓക്കെ, അപ്പോൾ ഈ COP കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഓരോ ടേംസ് എങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നൗ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, ആ ഒരു 2 ഡാഷ് എന്ന് പറയുന്നത് H2 ഡാഷ് എന്ന് പറയുന്നത് വിൽ ബി ദ എൻട്രോപ്പി or the enthalpy of the gaseous state at the higher pressure or temperature. Okay, അത് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. യെസ്, സോ ദാറ്റ് ഇസ് ഹൗ യു ഡു ദാറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 4, ടൈപ്പ് നമ്പർ 4ലേക്ക് പോകാൻ. അപ്പോൾ ടൈപ്പ് 4, സോ ടൈപ്പ് 4 is super heated steam at the beginning of compression. Okay, superheated steam at the beginning of compression. അതിൻ്റെ ഫിഗർ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം നമ്മൾക്ക്. സോ യു ഹാവ്, നമ്മൾക്ക് ഫിഗർ ആണ് ഈ PH ഡയഗ്രാം TS ഡയഗ്രാം വരയ്ക്കലാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. സോ യു ഹാവ്, യെസ്, യാ, സോ ദിസ് ഇസ് യുവർ TS and this is your PH, and you have your saturated vapor line like this, saturated liquid line. This is your saturated vapor line. This is your saturated liquid line, and this is your saturated vapor line on the PH diagram. And what did we say? രണ്ട് പോയിന്റും വെളിയിലാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് പോയിന്റ് ഒന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല. വാട്ട് ഈസ് എക്സ്പ്ലെയിൻഡ് ഹിയർ ഇസ് യുവർ ബിഫോർ കംപ്രഷൻ പോയിന്റിൽ, അതായത് പോയിന്റ് നമ്പർ 1 അത് ഇവിടെയാണെന്ന് അറിയാം. നമുക്ക് വേറെ ഒരു കാര്യം അറിയാം, ദാറ്റ് ഇറ്റ് ഈസ് ഐസെൻട്രോപ്പിക് ആണ് കംപ്രഷൻ എന്നറിയാം. സോ സെക്കൻഡ് പോയിന്റ് എന്തായിരിക്കും? എങ്ങനെ പോയാലും അതെന്തായിരിക്കും? വീണ്ടും സൂപ്പർ ഹീറ്റഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ദിസ് വുഡ് കം ലൈക്ക് ദിസ് ആൻഡ് ദിസ് വുഡ് കം ലൈക്ക് ദിസ്, ആൻഡ് ബാക്കി പ്രോസസ്സൊക്കെ സെയിം ആയിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. സോ ഫ്രം ഹിയർ ടു ഹിയർ ഇതായിരിക്കും പ്രോസസ് നമ്പർ 3, ഇവിടെ നിന്ന് പ്രോസസ് നമ്പർ 4 ഇങ്ങനെയായിരിക്കും. ആൻഡ് ദെൻ യു വുഡ് കണക്ട് ഇറ്റ് യൂസിങ് എ isenthalpic process. So if you mark the points, this would be 2, this would be 2 dash, this would be 3, this would be 4, and this would be 1 dash. Okay, so that would be 1 dash. Yes, ഇതിനെ നമ്മൾക്ക് എങ്ങനെ PH ഡയഗ്രത്തുമ്മ വരയ്ക്കാം എന്ന് നോക്കാം. സോ യു ഹാവ്, ഇങ്ങനെ ആയിരിക്കും പോയിന്റ് വരിക, ഇങ്ങനെ പോയിന്റ് പുറത്തോട്ടായിരിക്കും. ഓക്കെ, ഇവിടെ വരെ വരും, and then you connect it using the, okay, isenthalpic ആണ്, so it will be a vertical line. Yes, vertical line, and അതിനെ നമ്മൾക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. Yes, so this is your 1, this is your 2, this is your 2 dash, this is your 3, this is your 4, and this is your 1 dash. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഓൾറെഡി സൂപ്പർ ഹീറ്റഡിൻ്റെ എസിൻ്റെയും എച്ചിൻ്റെയും ഫോർമുല പഠിച്ചതാണ്. ഇവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ COP കാണുന്നത് എങ്ങനെയായിരിക്കും? COP is equal to nothing but H1 minus H4 over H2 minus H1 ആയിരിക്കും. ഓക്കെ, ഇതിനകത്ത് ചേഞ്ച് എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ഈ H1ഉം H2 ആയിരിക്കും ഫോർമുലയിൽ ചേഞ്ച് വരുന്നത്. സോ H1 H2 കാണാനായിട്ട് ഓൾസോ വി നോ S1 is equal to S2, അതിലൊരു മാറ്റമില്ല. H3 is equal to H4, അതിലൊരു മാറ്റവും ഇല്ല. സോ ഈ S2ഉം S1ഉം കാണാനായിട്ട് S2ൻ്റെ ഫോർമുല എങ്ങനെയായിരിക്കും? S2 dash plus 2.3 CP log T2 over T2 dash. Okay, S1 എന്തായിരിക്കും? S1 dash plus
2.3 Cp log T2 over T1 over T1 dash ആയിരിക്കും. ഓക്കെ, സിമിലർലി H2 എന്തായിരിക്കും? H2 dash plus Cp times T2 minus T2 dash ആയിരിക്കും. ആൻഡ് H1 എന്ന് പറയുന്നത് would be equal to H1 dash plus Cp times T1 minus T1 dash. ഓക്കെ, ഇതായിരിക്കും നിങ്ങളുടെ ഫോർമുല ഫോർ എന്താണ്? H2ഉം H1. So this is the state number 4, which is superheated steam at the beginning of compression. Okay, yes, so we are going to the last type, so that is fifth type. Fifth type എന്ന് വെച്ചാൽ it is with undercooling or subcooling of the refrigerant. Okay, undercooling or subcooling of the refrigerant. Okay, so undercooling or subcooling of the refrigerant എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഡയഗ്രാം ഉണ്ടായിരിക്കുക എന്ന് നോക്കാം വ്യത്യാസം. Okay, so we need to draw the pH and TS diagrams and see what formula changes. Okay, yes, so ഇതിനകത്ത് ഇതാണ് TS and this is your pH. Okay, now let's draw the saturated line. So saturated liquid line, saturated vapor line, saturated liquid line on the pH diagram and saturated vapor line on the pH diagram. Yes, so figure എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ എന്താണ് ഈ subcooling or undercooling എന്ന് വെച്ചാൽ, so the figure would look like this is along with superheated at the end of refrigeration. Okay, so നമ്മളുടെ ഈ ഫിഗർ ഇവിടെ എന്ന് വെച്ചാൽ സെയിം ആയിരിക്കും. അതായത് your point would look like this and ഇവിടെ നിന്ന് it would just come down like this and from here it would come down like this. Now ഈ subcooling എന്ന് പറയുന്നത് നടക്കുന്നത് എവിടെയാണെന്ന് അറിയോ? It is going to happen over here. ഈ പോയിന്റ് നമ്പർ അതായത് 1 2 2 dash വരെ മനസ്സിലായി, 3 മനസ്സിലായി. ഈ 3 എന്ന് പറയുന്നത് ഒരു 3 dash എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് വരും. ഓക്കെ, ആൻഡ് ദെൻ ഇറ്റ് വുഡ് ഗോ ടു യൂഷ്വലി നമ്മളുടെ എക്സ്പാൻഷൻ നടന്നിങ്ങനെ വന്ന് ആൻഡ് ദെൻ ഇറ്റ് വുഡ് ബി എ സ്ട്രെയിറ്റ് ലൈൻ. കുറച്ച് ഫിഗർ മാറിപ്പോയി. സോ ഇറ്റ് വുഡ് ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, 1 ഇതുമലാണ്. സോ ദിസ് ഇസ് യുവർ ഫ്രൂ. So this is what you call the subcooling or undercooling. Okay, or undercooling. Okay, ഈ സെയിം ഫിഗർ എങ്ങനെയായിരിക്കും നമ്മളുടെ TS ഡയഗ്രാമിൽ വരിക നോക്കാം. It would actually look like this. ഇങ്ങനെയായിരിക്കും ഫിഗർ വരിക. 1 2 2 dash 3 3 dash 4. മനസ്സിലായോ? സോ ദിസ് ഇസ് ഹൗ യുവർ ഫിഗർ വുഡ് ലുക്ക് ലൈക്ക്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫോർമുല എന്താണെന്ന് വെച്ചാൽ, ഹൗ വുഡ് യു ഫൈൻഡ് യുവർ, ഇവിടെ എന്താണ് ഇമ്പോർട്ടൻറ്റ്? 3 ഇതാണ് 3 dash ട്ടോ, ഇതാണ് 3 അല്ലേ, നമ്മളെ ഫൈനൽ സ്റ്റേറ്റ് സബ്കൂളായ സ്റ്റേറ്റ് അല്ലേ. സോ ഇതാണ് 3 dash ആൻഡ് ദിസ് ഇസ് യുവർ 3. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്. യെസ്, ഇതിനകത്ത് ഇപ്പോൾ സൂപ്പർ ഹീറ്റഡിൻ്റെ ഫോർമുല നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇപ്പോൾ S2 ഞാൻ ചോദിക്കുകയാണെങ്കിൽ യു വുഡ് ബി ഇൻ എ സ്റ്റേറ്റ് ടു സേ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി S2 dash plus Cp log of T2 over T2 dash അല്ലേ. അതുപോലെ H2 is equal to H2 dash plus Cp times degree of superheat T2 minus T2 dash എന്ന് പറയാൻ അറിയാം. നൗ സബ് കൂളിങ്ങിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ S3 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ, S3 അല്ല H3 നമുക്ക് നോക്കാം. സോ H3 എന്ന് പറയുന്ന പോയിന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ H3 വുഡ് ബി ഈക്വൽ ടു H3 dash മൈനസ് Cp ഇൻറ്റു T3 dash മൈനസ് T3. ഇതാണ് ഇവിടെ യൂസ് ചെയ്യേണ്ട ഫോർമുല. ദാറ്റ്സ് ഇറ്റ്. ബാക്കി നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുക. അതായത് യു നോ S1 is still equal to S2, യു സ്റ്റിൽ നോ H3 is equal to H4. പിന്നെ നിങ്ങൾക്ക് ടേബിൾ നോക്കി ഈ ഇതിൽ കാണുന്ന എല്ലാ ഫിഗേഴ്സും വെറ്റാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക എല്ലാം നിങ്ങൾക്കറിയാം. സോ ഇത് മാത്രമാണ് ഇതിനകത്തൊരു സ്റ്റാർ ചെയ്യാനുള്ള ഫോർമുല. ഓക്കെ,
സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് 5 ടൈപ്സിനകത്ത് പഠിക്കേണ്ടത്. ഇത്രയും ഫോർമുലാസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലൈക്ക് COP എപ്പോഴും എന്തായിരിക്കും, COP ഈസ് ഓൾവേസ് H1 മൈനസ് H4 ഓവർ H2 മൈനസ് H1. ഈ 4 സംഭവങ്ങൾ കണ്ടുപിടിക്കുക എന്നതാണ് നമ്മളുടെ എയിം. ഓക്കെ, സോ ഇതാണ് ന്യൂ ആയിട്ട് അണ്ടർ കൂളിംഗ് ഓർ സബ് കൂളിങ്ങിനകത്ത് പറയാനുള്ളത്. ഓക്കെ, വിത്ത് ദിസ് വി ആർ സ്റ്റോപ്പിംഗ് ദിസ് വീഡിയോ ഓൺ 5 ടൈപ്സ്. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും പ്രോബ്ലംസിലോട്ട് കടക്കാം. താങ്ക് യു.